പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയാൽ സ്ഥാപിതമായതും 100 വർഷം പിന്നിട്ടിരിക്കുന്നതുമായ മാവേലിക്കര കല്ലുമേൽ കല്ലുകളയം സെന്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയാണ്. ഈ പ്രദേശത്ത് ദീർഘകാലത്തെ ക്രൈസ്തവ സാക്ഷ്യം വിളിച്ചറിയിക്കുന്ന സെന്റ് തോമസ് ദേവാലയത്തിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഹൃദയപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 12 വൈദിക ശ്രേഷ്ഠരുടെ കാലുകൾ അഭിനയ പർഫോമൻസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് കഴുകുകയാണ്. പീഡാനുഭവ ആഴ്ചയിലെ പെസഹ വ്യാഴാഴ്ച മെത്രാപ്പൊലീത്തന്മാർ പള്ളികളിൽ നടത്തുന്ന ഭക്തിസാന്ദ്രമായ ശുശ്രൂഷയാണ് കാൽകഴുകൽ ശുശ്രൂഷ. സന്യാസ ആശ്രമങ്ങളിൽ മഠാധിപർ സഹസന്യാസിയുടെ കാൽ കഴുകി വിനയത്തിന്റെ ശുശ്രൂഷയുടെയും മാതൃക പഠിപ്പിച്ചിരുന്നു. നമ്മുടെ കർത്താവ് മർക്കോസിന്റെ മാളികയിൽ വെച്ച് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി. ആരാണ് വലിയവനെന്ന ചോദ്യം ഉയർന്നപ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുത്ത ഉപമയാണിത്. വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ സവിസ്തരമായി യേശു തമ്പുരാൻ നിർവഹിച്ച കാൽകഴുകൽ ശുശ്രൂഷയുടെ വിശദമായ പ്രതിപാദനങ്ങൾ വായിക്കുവാനായിട്ട് സാധിക്കും. വന്ദനായ ഡോക്ടർ മാത്യു വൈദ്യൻ കോറപ്പിസ്കോപ്പ വളരെ ആദരപൂർവം ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ സന്ദേശം നൽകുന്നതിന് വേണ്ടി സവിനയം ക്ഷണിക്കുന്നു. നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി കർത്താവിന്റെ സുവിശേഷം അറിയിപ്പീൻ എന്ന് മാത്രമല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ഇപ്രകാരം ചെയ്യുവീൻ എന്നാണ് എന്നുകൂടിയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ലോകമൊക്കെയും പോയി കർത്താവിന്റെ സുവിശേഷം അറിയിക്കണം. We have to tell the gospel. ഇന്നത്തെ പ്രശ്നം യുക്തിവാദവും അവിശ്വാസവും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ഒരു വശം ഞങ്ങൾ മത്സരം കഴിഞ്ഞ് നിന്റെ മാതൃക നിർവഹിച്ച് നിന്നെ പ്രീതിപ്പെടുത്തുമാറാകണമേ. വിനയത്തിന്റെ ഈ മാതൃക എല്ലാ യഥാർത്ഥ ശിക്ഷ ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുറച്ചു കളയട്ടെ. നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും വെളുപ്പിലും വിശുദ്ധിയിലും വിശിയാതമ്പുരാന്
പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. മഹിമ നമിച്ചു മൺമായരെ കഴുകി ആശില ഫറോനെ ആശികു കുസുമോ സോദു സോഗോദായി സോഗോദ് തൈബോസോ. ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുറച്ചു കളയട്ടെ. എന്നെയും ഞങ്ങൾ നിന്റെ കൂടെയും ഞങ്ങൾ എല്ലാവരെയും വെടിപ്പിലും വിശുദ്ധിയിലും വിശ്യാതമ്പ്രാന് പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. എന്റെ കർത്താവേ, എന്റെ കാലുകളെ അവിടുന്ന് കഴുകുന്നുവോ എന്ന് പത്രോസിന്റെ കാലുകൾ കഴുകുന്ന ഭാഗം ഇവിടെ അനുസ്മരിച്ച് പ്രത്യേക പ്രാർത്ഥന നടത്തുന്നു. എന്നാൽ അദ്ദേഹം ശമോൻ കീപ്പായുടെ അടുക്കൽ ചെന്നപ്പോൾ അവൻ, എന്റെ കർത്താവേ, അങ്ങ് എന്റെ കാലുകളെ കഴുകുന്നുവോ എന്ന് ചോദിച്ചു. അറിയുന്നില്ല, പിന്നീട് അറിയും എന്ന് പറഞ്ഞു. ശമോൻ കീപ്പ യേശുവിനോട്, അവിടുന്ന് ഒരിക്കലും എന്റെ കാൽ കഴുകരുത് എന്ന് പറഞ്ഞു. എന്നോട് ഒരുമിച്ച് നിനക്ക് പങ്കുണ്ടാകുകയില്ല. എന്റെ കർത്താവേ, അങ്ങനെയെങ്കിൽ എന്റെ കാലുകൾ മാത്രമല്ല കൈകളും തലയും കൂടി കഴുകണമേ എന്ന് പറഞ്ഞു. കാലുകൾ മാത്രമല്ലാതെ കഴുകേണ്ട ആവശ്യമില്ല. അവൻ സർവാംഗശുദ്ധനാകുന്നു. നിങ്ങളും ശുദ്ധിയുള്ളവരാകുന്നു എങ്കിലും എല്ലാവരും അങ്ങനെയല്ല എന്ന് പറഞ്ഞു. മനുഷ്യന്റെ സകല അറിവിലും കഴുകിക്കളയുവാനും നിന്നെയും നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരെയും ഫിലിപ്പച്ചൻ, ബഹുമാനപ്പെട്ട വിൽസൺ ജോർജ് അച്ഛൻ, ബഹുമാനപ്പെട്ട KP വർഗീസ് അച്ഛൻ എന്നിവരെ ചേർന്ന് അഭിനയ തിരുമനസിന്റെ കാലുകൾ കഴുകൽ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു. പ്രത്യേകമായി പ്രായത്തിൽ മുതിർന്ന പത്രോസിന്റെ സ്ഥാനം അലങ്കരിക്കുന്ന നമ്മുടെ വിലനിലത്ത് VM മത്തായി അച്ഛൻ അഭിനയ തിരുമനസിന്റെ കാലുകൾ കഴുകി ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു. യേശുവാകട്ടെ അവരുടെ കാലുകൾ കഴുകിയതിനു ശേഷം തന്റെ മേൽവസ്ത്രങ്ങൾ ധരിച്ച് പന്തിയിലിരുന്നു. സ്നേഹത്തിന്റെ ശുശ്രൂഷ. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് കർത്താവ് ഉദ്ബോധിപ്പിച്ച ശുശ്രൂഷ. ദൈവമായ കർത്താവ് നിന്നിൽ നിന്ന് പഴയ മനുഷ്യന്റെ സകല നടപടികളും കഴുകിക്കളയും. നിന്നെ നിന്റെ കൂടെ ഞങ്ങളെല്ലാവരെയും ആത്മാവിലും സത്യത്തിലും നവീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവ് അങ്ങയിൽ നിന്നും ഞങ്ങളിൽ നിന്നും സകല ദുഷ്ടവികാരങ്ങളെയും നടപടികളെയും ശീലങ്ങളെയും തുടച്ചു കളയട്ടെ. അങ്ങേയും അങ്ങയുടെ കൂടെ ഞങ്ങളെല്ലാവരെയും വെടിപ്പാലും വിശുദ്ധിയാലും മശിഹാതമ്പുരാന് പ്രീതികരമായ ജീവിതത്താലും ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ അറിയുന്നുവോ? നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നുണ്ടല്ലോ. ഞാൻ അങ്ങനെ ആവുകയുണ്ട്. നിങ്ങൾ പറയുന്നത് ശരിയായി തന്നെ. ആകയാൽ നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാലുകളെ കഴിയുമെങ്കിൽ നിങ്ങൾ പരസ്പരം കാല് കഴുകുവാൻ എത്രമാത്രം കടപ്പെട്ടവരാകുന്നു. ഞാൻ നിങ്ങളെ പ്രവർത്തിച്ചതുപോലെ തന്നെ നിങ്ങളും പ്രവർത്തിപ്പാനായിട്ട് ഈ ദൃഷ്ടാന്തത്തെ ഞാൻ നൽകിയിരിക്കുന്നു. ഞാൻ സത്യമായും ഇങ്ങോട്ട് പറയുന്നു, യജമാനേക്കാൾ വലിയ കൃത്യനില്ല. എനിക്കറിയാം, പക്ഷേ എൻ്റെ കൂടെ അപ്പം ഭക്ഷിക്കുന്നവൻ
എന്റെ നേരെ കുതുകാൽ ഉയർത്തി എന്നുള്ള തിരുവഴുത്ത് നിവൃത്തിയാകേണ്ടതാകുന്നു. അത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെയാകുന്നു അവൻ എന്ന് നിങ്ങൾക്ക് വിശ്വാസം വരേണ്ടതിനായിട്ട് സംഭവിക്കുന്ന മുമ്പ് ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. ഭാഗ്യവാന്മാരായ ശിഷ്യന്മാർ അവന്റെ സ്നേഹം ഞങ്ങളിൽ നിറയുകയും ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ വസിക്കുകയും അവന്റെ കൃപ ഞങ്ങളിൽ ആവസിക്കുകയും ചെയ്യണമേ. അവന്റെ കരുണയാൽ ഞങ്ങൾ പൂർണ്ണമാക്കപ്പെടുകയും അവന്റെ ദയാൽ ഞങ്ങൾ ഭാവരികാരം പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. നമുക്ക് ജീവിക്കുവാനും മുമ്പോട്ട് പോകാനും പ്രകാശിതരാകുവാനും തവണ ആണ് ഞാൻ കാൽവരി ശുശ്രൂഷ ഈ ഭദ്രാസനത്തിൽ നടത്തുന്നത്. ആദ്യത്തെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ചേപ്പാട് പള്ളിയിലായിരുന്നെങ്കിൽ ഈ പ്രാവശ്യം കിഴക്ക് ഭാഗത്തുള്ള ഈ ഇടവപ്പള്ളി വെച്ചാണ് നടത്തപ്പെട്ടത്. അത് 100 വർഷമായി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആഴ്ചയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കത്തക്കവണ്ണം നിങ്ങളെല്ലാവരും നാളത്തെ ശുശ്രൂഷയിൽ ഭക്തിപൂർവ്വം സംബന്ധിക്കണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായി ഉണ്ടാകുവാൻ തക്കവണ്ണം നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രം ഓർപ്പെടുത്തിക്കൊണ്ട് അവരോടുള്ള ബഹുമാനവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം മറ്റൊരു പ്രത്യേകത ഉള്ളത്, എൻ്റെ സ്വന്തം ഇടവകയായ കുരിശി പള്ളിയിൽ നിന്ന് അവിടുത്തെ വികാരിയച്ഛൻ നമ്മുടെ ജോൺ സെക്രട്ടറി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിന് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവം തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം തമ്പുരാൻ നിങ്ങൾ വിശ്വാസികളായ വാങ്ങിപ്പോരി മുന്നിപ്പെടുത്തുമാറാകട്ടെ. ശുദ്ധാത്മാവായി ഉള്ളവരും ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ ഇന്ന സമൂഹാസം കേൾക്കപ്പെടുകയും സ്വീകാര്യോഗ്യമായി തീരുമാനാകണമേ. എല്ലാവർക്കും ഭക്ഷണ പാക്കറ്റ് ക്രമീകരിച്ചിട്ടുണ്ട്. വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ഷമ്മാസന്മാർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും വൈദിക സഹധർമ്മിണിമാർക്കും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾക്കും ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾക്കും സൺഡേ സ്കൂൾ കെട്ടിടത്തിലായിരിക്കും ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത്. 100 വർഷം പിന്നിടുന്ന ഈ ദേവാലയത്തിൽ അനുഗ്രഹീതമായി ഈ ശുശ്രൂഷ നിർവഹിച്ച മാവേലിക്കര മെത്രാസനാധിപൻ അഭിമന്യ പൗലോസ് മാർ പക്കോമിയോസ് മെത്രാപ്പൊലീത്തായോടുള്ള ഭക്തി ആദരവുകൾ ഈ ജനസമൂഹത്തിന്റെ പേരിൽ, വിശ്വാസ സമൂഹത്തിന്റെ പേരിൽ സമർപ്പിക്കുന്നു. അനുഗ്രഹത്തിന്റെ നീർച്ചാലുകൾ അനശ്യൂതം പകർന്ന ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. സമം കപടം കൂടാ